ജിതയാണ്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ? നഷ്ടം സംഭവിക്കാത്തവർ വളരെ ചുരുക്കമല്ലേ? നേടിയെടുക്കണം എന്ന് തീരുമാനിച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാനും പറ്റില്ല. പല കാര്യങ്ങളും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഗവൺമെൻറ് ജോബ് വാങ്ങിക്കുക എന്നുള്ളത്, ഓരോരുത്തരോട് അഭിപ്രായമൊക്കെ ചോദിച്ചു. പലർക്കും ജോലി കിട്ടുന്നുണ്ട്. പലരും പറയുന്നു 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാൽ ജോലി കിട്ടുമെന്ന്. എങ്കിൽ പഠിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്തു. ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചു. അത് പഠിക്കാൻ തുടങ്ങി. കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് പത്രത്തിൽ നിന്നും അങ്ങനെ പലരിൽ നിന്നും കളക്ട് ചെയ്ത് അത് പഠിക്കാൻ തുടങ്ങി. മാത്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു തരത്തിലും പറ്റത്തില്ലായിരുന്നു. അതിന് പല പല കുറുക്ക് വഴികൾ കണ്ടുപിടിച്ച് അത് പഠിക്കാൻ തുടങ്ങി. ഭ്രാന്തമായിട്ടുള്ള പഠിത്തമാണ്. കിട്ടുന്ന സമയം വേസ്റ്റ് ആക്കാതെ ഇങ്ങനെ കണ്ടിന്യൂസ് എന്ത് വേണ്ടും എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയില്ല. ഞാൻ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് പലരിൽ നിന്നും കളിയാക്കലും കേട്ട് നമ്മളെ അടിച്ചമർത്തലുകളും കേട്ട് ഗവൺമെൻറ് ജോബ് എന്നുള്ള ഒരു സ്റ്റാൻഡിലേക്ക് എത്താനായിട്ട് പറ്റിയില്ല. അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഉറക്കമില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ഇനി എല്ലാം തീർന്നു എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. ഇനി നേടുക എന്നുള്ളത് അമിതമായ ഒരു ആഗ്രഹമായിരുന്നു. അതിനേക്കാൾ അപ്പുറം ഇനിയാണ് എനിക്ക് ജീവിക്കേണ്ടത്, ഇനിയാണ് എൻ്റെ ആഗ്രഹങ്ങൾക്ക് എൻ്റെ പാഷൻ്റെ പുറകെ പോകേണ്ടതെന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. ഈ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ എന്താ, ഇതുകൊണ്ട് ലോകം അവസാനിക്കുന്നില്ലല്ലോ. അവളുടെ അറിവ് സിനിമയിൽ പറയുന്നത് പോലെ നമ്മൾക്ക് 40കളുണ്ട്, 50കളുണ്ട്, 60കളുണ്ട്, 70കളുണ്ട് എന്ന ഒരു ചിന്ത മനസ്സിലേക്ക് വന്നതുകൊണ്ട് മാത്രം എനിക്ക് ആ ഒരു കുഴിക്കകത്ത് നിന്ന്, അതൊരു വലിയ കുഴി തന്നെയായിരുന്നു, ആ ഒരു കുഴിക്കകത്ത് നിന്ന് എനിക്ക് മുന്നോട്ട് വരാനായിട്ട് പറ്റി. എൻ്റെ ഏറ്റവും വലിയ പാഷനായ സിനിമ അഭിനയം എന്നുള്ള ഒരു സ്വപ്നം, അതൊരു സ്വപ്നമാണ്. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ മമ്മൂട്ടിയുടെ നായികയാവണം എന്നുള്ളതാണ്. കാരണം തെമ്പിലാണ് എൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ വീടിനടുത്താണ്. എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പം ഞാൻ ഈ മമ്മൂട്ടി കഥകൾ കേട്ടിട്ടാണ് വളർന്നതൊക്കെ. ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, കാസ്റ്റിംഗ് കോളിലേക്ക് അയക്കൂ, തിരിച്ച് നോക്കാം എന്ന് പറഞ്ഞു. പല കാസ്റ്റിംഗ് കോളിലേക്കൊക്കെ അയക്കാൻ തുടങ്ങി. അപ്പച്ചിയുടെ മോൻ, അവൻ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അങ്ങനെ അവൻ്റെ ഒരു മൂവിയിൽ ഒരു വേഷം ചെയ്യാനായിട്ട് പറ്റി. ചെറുതാണെങ്കിലും അതിൽ ഡയലോഗുണ്ട്. സൈജു കുറുപ്പായിരുന്നു അത് ഹീറോ. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നല്ലൊരു കോമ്പിനേഷൻ സീൻ എനിക്ക് ചെയ്യാനായിട്ട് പറ്റി. ആദ്യത്തെ ടേക്കിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതെന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷൻ കയറിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പോഴും മനസ്സിനോട് ഞാൻ പറയുകയാണ്, ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ഇനി എനിക്കൊരു വേറെ ചാൻസ് കിട്ടാനില്ല. ഇത്രയും വലിയ ചാൻസാണ് കിട്ടിയത്. ഒരു ഓഡീഷൻ ഇല്ലാതെ നേരിട്ട് ഒരു റോള് ചെയ്യാനായിട്ട് വിളിച്ചതാണ്. അത് അവൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം. അപ്പം ഞാനിവിടെ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല സെലക്ട് ചെയ്യാനായിട്ട്. അതാണ് മൂവിയിലേക്കുള്ള അരങ്ങേറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ തുടർച്ചയായിട്ടുള്ള കുറച്ച് സിനിമകൾ ചെയ്തു, കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിലീപേട്ടൻ്റെ കൂടെ ഒരു മൂവി ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ ജോണി ആൻ്റണി സാറിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, ഗവൺമെൻറ് ജോബ് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനത് അതിൽ ഒതുങ്ങിപ്പെട്ടു പോയേനെ. എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നു, എനിക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നു, പല സ്ഥലങ്ങളിലും പോകാൻ പറ്റുന്നു, പല വലിയ വലിയ ആൾക്കാരുടെ കൂടെ അഭിനയിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് ആ ജോലി കിട്ടാതിരുന്നത് അതിലൊതുങ്ങിപ്പോവാതെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യാനുണ്ട്. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം എനിക്ക് ഗവൺമെൻറ് ജോബ് കിട്ടാതിരുന്നത്. നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് പല സ്ഥലത്തു നിന്ന് റെസ്പെക്റ്റ് കിട്ടും. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ റിലേറ്റീവ്സിൽ നിന്ന്, നാട്ടുകാരിൽ നിന്നൊക്കെ. നഷ്ടങ്ങൾ ജീവിതത്തിൽ വരാം. ആ നഷ്ടങ്ങളിൽ നമ്മൾ തളർന്നു പോവാതെ കിട്ടുന്ന കച്ചിത്തുരുമ്പിൽ കയറി പിടിച്ച് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക. നമ്മൾക്ക് ബാക്ക് സപ്പോർട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല. രക്ഷപ്പെടുക എന്നുള്ളത് നമ്മളുടെ ആഗ്രഹമാണ്. നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ രക്ഷപ്പെടണം, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ തഴയപ്പെടും. നമ്മൾക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ കാണാം.